തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെ നിന്ന് കീഴോട്ട് ഇറങ്ങുന്നിടത്ത് ഒരു വാട്ടർ ലീക്കേജ് ഉണ്ടായിരുന്നു. ഡ്രൈനേജ് വാട്ടർ ആണ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഡ്രൈനേജ് വാട്ടർ ഓപ്പൺ ആയിട്ട് കിടന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നന്നായിട്ട് ഓവർഫ്ലോ ചെയ്ത് ലീക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നിരന്തരമായിട്ട് ഇപ്പോൾ എത്ര നാളായി നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ പ്രഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് പബ്ലിക്കിൽ കിട്ടുന്ന ആ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുപോലത്തെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഈ പറയുന്ന പോലെ മാക്സിമം നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. നിരന്തരമായി നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ മാത്രമാണ് മാറ്റം ഉണ്ടാവുന്നത്. അതായത് ദുർഗന്ധം വമിക്കുന്ന ഡ്രൈനേജ് വാട്ടർ ഓപ്പൺ ആയിട്ട് കിടന്നിരുന്ന പ്ലേസിൽ നമ്മൾ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചു. അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഡ്രൈനേജ് വാട്ടർ ആയതുകൊണ്ട്. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ തന്നെയാണെന്നുള്ളത് നമ്മൾ അവരോട് പറയുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ആ വേസ്റ്റ് മൊത്തം പുറത്താണ് കിടന്നിരുന്നത്. അത് വീണ്ടും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ വേസ്റ്റ് അവിടുന്ന് ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈനേജ് വാട്ടറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് തീർന്നിരിക്കുകയാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് പ്രഷർ ചെയ്തിട്ട് കുറച്ച് കാലതാമസം എടുത്താൽ പോലും പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.